ഇൻസ്റ്റന്റ് ലോട്ടറി. ഇതാ ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഇരിക്കുന്ന ലോട്ടറിയാണ്, ഇൻസ്റ്റന്റ് ലോട്ടറിയാണ്. അതായത് സ്ക്രാച്ച് ആൻഡ് വിൻ ലോട്ടറി നമ്മൾ പറയുക, അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഒരു വിന്നിങ് നമുക്കിന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ബേസിക്കലി പറയുവാണെങ്കിൽ 2,50,000 പൗണ്ടിന്റെ ഫസ്റ്റ് പ്രൈസ് ഉള്ള ഒരു സ്ക്രാച്ച് ആൻഡ് വിന്നാണിത്. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രൈസുകളും ഇതിൻ്റെ അകത്തുണ്ട്. അതായത് 2,50,000 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2.5 കോടിയോളം രൂപ, ഒരു ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ ഒരു 2.5 കോടിയോളം രൂപയുടെ ഒരു പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഫസ്റ്റ് പ്രൈസ് അടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. എനിവേ നമുക്ക് നോക്കാം ഈ ചെറിയ പ്രൈസിൽ ഏതാണ് നമുക്ക് ഇന്ന് കിട്ടിയത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രാച്ച് ആൻഡ് വിന്നിൻ്റെ ഒരു ലോട്ടറി ടിക്കറ്റ്. അപ്പം നമുക്ക് ഇത് സ്ക്രാച്ച് ചെയ്യാം. അതിനു മുമ്പ് അത് പറയട്ടെ, ഇത് നമ്മൾ ഇവിടുത്തെ നാഷണൽ ലോട്ടറിയാണ്, അതായത് UK നാഷണൽ ലോട്ടറിയാണ്. ഇതാണ് നമ്മൾ ഇന്ന് നമുക്ക് ലക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 3 സെക്ഷനാണുള്ളത്. ഇവിടെ കണ്ടോ, ഇത് ഡയമണ്ട് ഒരു പടമുണ്ട്. അപ്പോൾ ആ പടം പോലെ തന്നെ ഇവിടെ ഇത്രയും പോർഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേതെങ്കിലും പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്ന പ്രൈസ് നമുക്ക് കിട്ടും. രണ്ടാമത്തെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇവിടെ മറ്റൊരു നാഷണൽ ലോട്ടറിയുടെ തന്നെ മറ്റൊരു സിമ്പലാണിത്. ഈ സിമ്പൽ ഈ 2 എണ്ണത്തിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രൈസ് ഏതാണോ അത് നമുക്ക് കിട്ടും. മൂന്നാമത്തതും ഇതുപോലെ തന്നെയുള്ള ഒരു രീതിയാണ്. ഗെയിം 3, മാച്ച് ദ വിന്നിംഗ് നമ്പർ ടു എനി ഓഫ് യുവർ നമ്പർ ടു വിൻ ദ പ്രൈസ്. ഓക്കെ, ഇവിടെ കാണിക്കുന്ന നമ്പർ, വിന്നിംഗ് നമ്പർ ഇത് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ സ്ക്രാച്ച് ചെയ്താൽ കിട്ടും. ആ വിന്നിംഗ് നമ്പർ ഇതാ ഈ 3 പ്രൈസിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വിൻ ചെയ്യുമെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്ക്രാച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡയമണ്ടിൻ്റെ പടം നമ്മൾ കാണുന്ന എവിടെയാണോ അവിടെ നമ്മൾ വിൻ ചെയ്തു, ആ പ്രൈസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ആദ്യത്തെ പടം നമുക്ക് കാണാൻ പറ്റുന്നത് ഡയമണ്ടിൻ്റെ അല്ല, മറ്റെന്തോ ആണ്. ഇവിടെ കണ്ടു നോക്കുക. നമുക്ക് രണ്ടാമത്തെ നോക്കാം. എന്തായാലും അതിൻ്റെ പ്രൈസ് കൂടെ നമുക്ക് നോക്കിപ്പോവാം. അത് നമുക്ക് അത് 100 പൗണ്ടായിരുന്നു എന്ന് വെച്ചാൽ 10,000 രൂപയായിരുന്നു ഈ പറഞ്ഞ പോലെ. അവിടെ നമുക്ക് ഡയമണ്ടിൻ്റെ ഈ പടം ഉണ്ടായിരുന്നെങ്കിൽ 100 പൗണ്ട് കിട്ടിയാണ്. 100 പൗണ്ട് തന്നെ 10,000 രൂപ നമുക്ക് കിട്ടിയാനേ. ഇനി രണ്ടാമത്തെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുന്ന വാച്ചിൻ്റെ പടമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. വാച്ചിൻ്റെ പടം കാണാൻ പറ്റുന്നത് ഇവിടെ. അത് അടിച്ചിരുന്നെങ്കിൽ ഗംഭീരം. അത് അടിച്ചിരുന്നെങ്കിൽ 1,00,000 രൂപ നമുക്ക് കിട്ടിയാനേ. ഓക്കെ, നമുക്ക് ഈ ഡയമണ്ടിൻ്റെ പടം ഈ വാച്ചിൻ്റെ ഇവിടെ എങ്ങനെ ആയിരുന്നു 1,00,000 രൂപ കിട്ടിയത്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ നമുക്ക് പ്രൈസ് ഇല്ല. പക്ഷേ ഈ 2 ഇടത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയമണ്ടിൻ്റെ പടം വന്നിരുന്നെങ്കിൽ ഗംഭീര പ്രൈസ് കിട്ടിയാൽ 1,00,000 രൂപയും 10,000 രൂപയും ഇതിലേലും ഒന്ന് കിട്ടിയാനേ. ഇനി മൂന്നാമത്തും നമുക്കൊന്ന് നോക്കാം. മൂന്നാമതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്.